കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ നാടക പ്രസ്ഥാനമായ KPAC 75ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. മഹത്തായ നാടക പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായി മാറിയ തോപ്പിൽ ഭാസി എന്ന നാടകാചാര്യന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണിത്. KPACയുടെ 75ാം വാർഷികത്തിന്റെയും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയുടെയും ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. പ്രിയ നാടകാചാര്യന് സ്മരണാഞ്ജലിയായി അദ്ദേഹത്തിന്റെ അവസാന നാടകം ഒളിവിലെ ഓർമ്മകൾ ഇന്നലെ വീണ്ടും അരങ്ങിലെത്തി. ആകാശഗംഗാതരംഗപ്രകാശം തരളതരതാരകം വയലുകളിലെത്തി വെള്ളിവിളക്കും കൈകളിലേന്തി ഭൂമുഖവാതിലിൽ സന്ധ്യ വന്നെത്തി. ഒരു വ്യക്തിയുടെ ആത്മകഥ അദ്ദേഹം തന്നെ നാടകമാക്കി അവതരിപ്പിക്കുക എന്നത് സാധാരണയല്ല. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ 1948-53 കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ ഒളിവനുഭവങ്ങളാണ്. തോപ്പിൽ ഭാസി അവസാനമായി രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ഇന്നലെ അത് തിരുവനന്തപുരത്ത് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തലായി മാറി. ആയിരത്തിൽ പരം വേദികളിൽ കളിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ നാടകം ഇന്നലെ അവതരിപ്പിച്ചത് നിറഞ്ഞ സദസ്സിൽ. KPACയുടെ 75ാം വാർഷികത്തിന്റെയും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയുടെയും ഉദ്ഘാടനം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരുപക്ഷെ തോപ്പിൽ ഭാസിയെയും KPACയെയും നമുക്ക് വേർതിരിച്ച് കാണാൻ വിഷമമാണ്. നമ്മുടെ നാട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ തലമുറയിൽപ്പെട്ടവർ തോപ്പിൽ ഭാസിയുടെ നാടകം, അടുത്ത നാടകം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ നാടകത്തിൻ്റെ അവതരണം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനത്തിനെ നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം സാധാരണക്കാരുടെ അല്ലാത്തവരുടെ എല്ലാ മനസ്സുകളിൽ ഇടം നേടിയ ഒരു പ്രസ്ഥാനമാണ് KPAC എന്ന്. പിതാവിന്റെ ഓർമ്മകൾ വിവരിക്കുന്ന തോപ്പിൽ ഭാസിയുടെ മകൾ മാലയുടെ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകം മന്ത്രി GR അനിൽ മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ K ജയകുമാർ IAS നൽകി പ്രകാശനം ചെയ്തു. ഒളിവിലെ ഓർമ്മകൾ നാടകം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് എൻ്റെ മകൾ ചിത്ര കൊച്ചുകുട്ടിയാണ്. അവൾ പലതവണ റിഹേഴ്സൽ കണ്ടിട്ടുണ്ട്. ആ സമയം അടുത്തപ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന അവൾ നാടകത്തിൽ ഞാൻ നടുന്ന സീനിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ തോളിൽ കിടന്ന് തോർത്തെടുത്ത് അവളെ ഉടുപ്പിച്ച് അച്ഛൻ സ്റ്റേജിലേക്ക് കയറ്റി. അങ്ങനെ അവൾ അതിലങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. തോപ്പിൽ ഭാസിയുടെ കുടുംബാംഗങ്ങൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. KPAC പ്രസിഡന്റ് ബിനോയ് വിശ്വം, സെക്രട്ടറി A ഷാജഹാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം.